റിസൾട്ട്സ് വരികയാണ്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഉള്ള എക്സിറ്റ് പോൾ ഫലസൂചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സംസ്ഥാനങ്ങളിലും NDA സഖ്യം അധികാരത്തിലെത്തുമെന്നുള്ള സൂചനകളാണ് ഏറ്റവും ഒടുവിലായി ആര്യ വരുന്നത്. ജാർഖണ്ഡിൽ NDA സർക്കാരിന്റെ പ്രവേശിച്ച ചാണക്യ സ്ട്രാറ്റജി, വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസി ചാണക്യ സ്ട്രാറ്റജിസിന്റെയും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വരികയാണ്. NDA 45 മുതൽ 50 വരെ, ഇന്ത്യ സഖ്യം 35 മുതൽ 38 വരെയുള്ള, മറ്റുള്ളവർ 3 മുതൽ 5 വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും രണ്ട് സംസ്ഥാനങ്ങളും ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന പ്രവചനങ്ങൾ മാത്രമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ബസന്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി ഡൽഹിയിലേക്ക് പോകാം. ബസന്ത്, ഇപ്പോൾ വരുന്ന സൂചകങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? പൊതുവേ വന്ന ഏറെക്കുറെ എക്സിറ്റ് പോൾ ഇതുവരെ വന്ന എല്ലാ ഫലങ്ങളും NDA സഖ്യത്തിന്. ജാർഖണ്ഡിൽ മറ്റൊരു ഓപ്ഷൻ പോലും ഇല്ല. അതെ, പ്രതീക്ഷ തീർച്ചയായും മഹാരാഷ്ട്രയും ജാർഖണ്ഡും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ 10 സീറ്റുകളിലും BJP നേട്ടമുണ്ടാക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. ഉത്തർപ്രദേശിൽ 10 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ 9 എണ്ണമാണ് നടന്നത്. അതിൽ 7 എണ്ണത്തിൽ BJP മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു സൂചനകളാണ് വരുന്നത്. 2 എണ്ണത്തിൽ മാത്രമാണ് സമാജ്വാദി പാർട്ടി സഖ്യം ജയിക്കുക എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്. ജാർഖണ്ഡും ഇന്ത്യ സഖ്യത്തിന് കൈവിടുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നുള്ള സൂചനകൾ ഉള്ളത്. അതായത് ജാർഖണ്ഡിൽ നിലവിലുള്ള JMM കോൺഗ്രസ് സർക്കാരിന് അധികാരം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ BJP NDA സഖ്യം ഉണ്ടാക്കിയ നേട്ടം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. അതേസമയം മഹാരാഷ്ട്രയാണ് ഇപ്പോൾ ഈ പറയുന്ന പുതിയൊരു ഏജൻസി കൂടി ഓർമ്മിപ്പിക്കുകയാണ് ബസന്തിലേക്ക്. അതായത് പോൾ ഡയറി, മഹാരാഷ്ട്ര BJP 122 മുതൽ 186, കോൺഗ്രസ് പ്ലസ് മഹാവികാസ് അഘാടി 69 മുതൽ 121 വരെയാണ്. കാരണം കേവല ഭൂരിപക്ഷം അതെ പ്രവചിക്കുകയാണ്. അതായത് കേവല ഭൂരിപക്ഷം ബസന്ത് നേടുന്നു മഹായുതി എന്നാണ് പൊതുവെ ഏറെക്കുറെ വന്ന എല്ലാ സർവേകളിൽ നിന്നും ഫലങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്.